ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേർ ദ മൈൻഡ് ഇസ് വിത്തൗട്ട് ഫിയർ എന്ന് പറയുന്ന രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഒരു ചെറിയ സിമ്പിളായിട്ടുള്ളൊരു പോയമാണ്. ഈ പോയം എഴുതുന്നത് ബ്രിട്ടീഷ് കൊളോണിയൽ റൂള് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്. ഇതൊരു പാട്രിയോട്ടിക് പോയമാണ്. പാട്രിയോട്ടിക് പോയം എന്ന് പറയുമ്പോൾ ദേശഭക്തി ഗാനം എന്ന് പറയും. അപ്പോൾ ഇനി നമുക്ക് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ നോക്കാം. സോ രവീന്ദ്രനാഥ് ടാഗോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ഗീതാഞ്ജലി എന്ന് പറയുന്ന വർക്ക് എഴുതിയിട്ടുള്ളത് രവീന്ദ്രനാഥ് ടാഗോറാണ്. അതുപോലെ തന്നെ 1913 സമയത്ത് ഇയാൾക്ക് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് ലിറ്ററേച്ചറിന് വേണ്ടിയിട്ട്. അതും ആളുടെ ആ ഒരു ഫേമസ് വർക്കായിട്ടുള്ള ഗീതാഞ്ജലിയുടെ അച്ചീവ്മെൻ്റ് ആയിട്ടാണ് നോബൽ പ്രൈസ് കിട്ടുന്നത്. അതുപോലെ തന്നെ ആളുടെ തീംസ്, ആൾ എഴുതുന്ന പോയംസിലെ തീംസ് എന്ന് പറയുന്നത് എപ്പോഴും ഫ്രീഡം, നോളജ്, ട്രൂത്ത്, യൂണിറ്റി ഇതിനൊക്കെ കുറിച്ചായിരിക്കും. ആൻഡ് ഇവിടെ ഈ ഒരു പോയം നമ്മൾ നോക്കുകയാണെങ്കിൽ ടാഗോർ റോട്ട് ദിസ് പോയം ഡ്യൂറിങ് ബ്രിട്ടീഷ് കൊളോണിയൽ പീരീഡ്. ബ്രിട്ടീഷ് കൊളോണിയൽ പീരീഡിലാണ് ഈ ഒരു പോയം എഴുതുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് പൊളിറ്റിക്കൽ ഫ്രീഡം. ചുമ്മാ ഒരു പൊളിറ്റിക്കൽ ഫ്രീഡം അതിനെക്കുറിച്ച് മാത്രമല്ല ഈ ഒരു പോയത്തിൽ സംസാരിക്കുന്നത്, ബട്ട് അബൌട്ട് മെൻ്റൽ, സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ ഫ്രീഡം. പക്ഷെ മാനസികമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെയുള്ള ഒരു ഫ്രീഡത്തിനെ കുറിച്ചാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത്. ദ പോയറ്റ് ഇമാജിൻസ് എൻ ഐഡിയൽ ഇന്ത്യ. ആളൊരു സാങ്കല്പിക ഇന്ത്യനെ സ്വപ്നം കാണുകയാണ്. വെർ പീപ്പിൾ ലീവ് വിത്ത് ഡിഗ്നിറ്റി, കറേജ്, നോളജ് ആൻഡ് യൂണിറ്റി. അവിടെ ആളുകൾ വളരെ ഡിഗ്നിറ്റിയോടും കറേജോടും കൂടിയിട്ടും ഒരുപാട് നോളജൊക്കെ ഉള്ള ആളുകളായിട്ട് ജീവിക്കുന്ന ഒരു ഐഡിയൽ ഇന്ത്യനെ സ്വപ്നം കണ്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഈ പോയറ്റ് ഈ ഒരു പോയം എഴുതുന്നത്. സോ ഇനി നമുക്ക് പോയം ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് വായിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് പോയത്തിൻ്റെ എക്സ്പ്ലനേഷനിലോട്ട് വരാം. ഫസ്റ്റ് ലൈൻ തന്നെ വേർ ദ മൈൻഡ് ഇസ് വിത്തൗട്ട് ഫിയർ. ഈ ഒരു ലൈൻ തന്നെയാണ് നമ്മുടെ പോയത്തിൻ്റെ ടൈറ്റിലായിട്ട് അല്ലെങ്കിൽ പോയത്തിൻ്റെ പേരായിട്ട് കൊടുത്തിട്ടുള്ളതും ഈ ഒരു ഫസ്റ്റ് ലൈൻ തന്നെയാണ്. സോ ആ ഫസ്റ്റ് ലൈന് പറയുന്നത് വേർ ദ മൈൻഡ് ഇസ് വിത്തൗട്ട് ഫിയർ ആൻഡ് ദ ഹെഡ് ഇസ് ഹെൽഡ് ഹൈ. അപ്പോൾ ഇവിടെ പോയിട്ട് ഇമാജിൻ ചെയ്തുകൊണ്ടാണ് ഈ ഒരു കംപ്ലീറ്റ് പോയം എഴുതിയിട്ടുള്ളത് തന്നെ. അപ്പോൾ ഇയാൾ ഇമാജിൻ ചെയ്യുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ആളുകളൊന്നും ഒട്ടും തന്നെ ഫിയർ ഇല്ലാതെ അവരുടെ റൂളേഴ്സിനെയോ അവരുടെ ചുറ്റുമുള്ള സോഷ്യൽ പ്രഷറിനെയോ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇൻജസ്റ്റിസിനെയോ ഒന്നും തന്നെ ഭയക്കാതെ വളരെ ഫിയർലെസ്സായി അവരുടെ ഹെഡ് ഹൈ പൊസിഷൻ മീൻസ് അവരൊരു സെൽഫ് റെസ്പെക്റ്റും ഡിഗ്നിറ്റിയോ കോൺഫിഡൻസും ഒക്കെ ഏൺ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആ ഒരു ആളുകളെയാണ് ഇയാൾ ഇമാജിൻ ചെയ്യുന്നത്. ദെൻ വേർ നോളജ് ഇസ് ഫ്രീ. വേർ നോളജ് ഇസ് ഫ്രീ എന്ന് പറയുന്ന ആ ഒരു ലൈൻ ഉദ്ദേശിക്കുന്നത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അവൈലബിൾ ആവേണ്ട ഒന്നാണ്. അതൊരിക്കലും ഒരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള റിച്ച് എന്ന് പറയുന്ന ഒരു കാറ്റഗറിക്ക് മാത്രം ഉണ്ടാവേണ്ട ഒരു കാര്യമല്ല നോളജ് എന്ന് പറയുന്നത്. സോ നോളജിന് പ്രത്യേകിച്ച് ബാരിയർ ഒന്നുമില്ല, അത് ഫ്രീ ആയിട്ടുള്ള ഒരു സമയം. അപ്പോൾ ആ ഒരു നേഷനെ കുറിച്ചിട്ടാണ് ഇയാൾ പറയുന്നത്. എവിടെയും എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു നേഷൻ. അവിടെ എന്താണ് വേർ ദ വേൾഡ് ഹാസ് നോട്ട് ബീൻ ബ്രോക്കൺ അപ്പ് ഇൻ ടു ഫ്രാഗ്മെൻറ്റ്സ് ബൈ നേരോ ഡൊമസ്റ്റിക് വേൾഡ്സ്. അപ്പോൾ ആ ഒരു അതായത് എഡ്യൂക്കേഷനൊക്കെ വളരെ ഫ്രീ ആയിട്ടുള്ള ആളുകൾ വളരെ ഫിയർലെസ് ആയിട്ട് നിൽക്കുന്ന അവരുടെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ആ ഒരു ലോകത്ത് സൊസൈറ്റി ഒന്നുകൊണ്ടും തന്നെ ഡിവൈഡ് ആക്കാത്ത കാസ്റ്റോ റിലീജിയനോ റീജിയനോ ലാംഗ്വേജോ ഒന്നും തന്നെ അവരെ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത വളരെ യൂണിറ്റി നിറഞ്ഞ ഒരു നേഷനാണ് ഇയാൾ ഉദ്ദേശിക്കുന്നത്. യാതൊരു വിധത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു നേഷൻ. വേർ വേർഡ്സ് കം ഔട്ട് ഫ്രം ദ ഡെപ്ത് ഓഫ് ട്രൂത്ത്. ആളുകൾ സംസാരിക്കുമ്പോൾ അതിൽ ഫ്ലറ്ററിയോ അല്ലെങ്കിൽ ഹിപ്പോക്രസിയോ ഒന്നും തന്നെ ആഡ് ചെയ്യാതെ, നുണയോ അല്ലെങ്കിൽ കൂട്ടി പറയുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാതെ വളരെ ഓണസ്റ്റായിട്ട് സംസാരിക്കുന്ന, അതായത് വളരെ ട്രൂത്ത്ഫുൾ മാത്രം അവരുടെ സംസാരത്തിലുള്ള അവരുടെ ആക്ഷനിലുള്ള ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു വേൾഡിനാണ് അയാൾ മുന്നിൽ കാണുന്നത്. അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്കൊക്കെ അത്രയും വലിയ ഡെപ്ത് മീനിങ് ഉണ്ടായിരിക്കും, ഒരു ഡെപ്ത് ഓഫ് ട്രൂത്ത് ഉണ്ടായിരിക്കും എന്നുള്ള ഒരു കാര്യമാണ് ഈ ഒരു ലൈനിലൂടെ പറയുന്നത്. വേർ ടയർലെസ് സ്ട്രൈവിങ് സ്ട്രെച്ചസ് ഇറ്റ്സ് ആംസ് ടുവേർഡ്സ് പെർഫെക്ഷൻ. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ പീപ്പിൾ ഷുഡ് വർക്ക് ഹാർഡ് ആൻഡ് കണ്ടിന്യൂസ് ആയിട്ട് ടയേർഡ് ആവാതെ അവർ ഹാർഡായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിച്ച് മീൻസ് അവരുടെ ആ ഒരു ഡെഡിക്കേഷനാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇവരിവിടെ എയിം ചെയ്യുന്നത് എക്സലൻസിനും പ്രോഗ്രസ്സിനുമാണ്. അതായത് അങ്ങനത്തെ ഒരു നാട്, എക്സലൻസിനും പ്രോഗ്രസ്സിനും മാത്രം
എയിം ചെയ്തുകൊണ്ട് വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന, കണ്ടിന്യൂസ്ലി ഹാർഡ് വർക്ക് ചെയ്യുന്ന, ഡെഡിക്കേറ്റഡ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വേൾഡ്. അതിനെയാണ് ടാഗോർ സ്വപ്നം കാണുന്നത്. വേർ ദ ക്ലിയർ സ്ട്രീം ഓഫ് റീസൺസ് ഹാവ് നോട്ട് ലോസ്റ്റ് ഇറ്റ്സ് വേ ഇൻ ടു എ ഡ്രിയറി ഡെസേർട്ട് സാൻഡ് ഓഫ് ഡെഡ് ഹാബിറ്റ്. അപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെറ്റഫർ ഈ ഒരു പോയത്തിൽ പറയുന്നത് ഇതിനെയാണ്, ക്ലിയർ സ്ട്രീം ഓഫ് റീസൺ. ക്ലിയർ സ്ട്രീം ഓഫ് റീസൺ എന്ന് പറയുമ്പോൾ ആളുകൾ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, റാഷണലി ചിന്തിക്കുന്ന, അതേപോലെ തന്നെ ലോജിക്കലി ചിന്തിക്കുന്ന ഒരു സമയം. അവിടെ എന്ന് പറയുമ്പോൾ ബ്ലൈൻഡ് ട്രഡീഷൻസ്, പണ്ടുണ്ടായിരുന്ന കുറേ അന്ധവിശ്വാസങ്ങൾ, സൂപ്പർസ്റ്റിഷൻസ്, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കുറേ ആചാരങ്ങൾ, ഇതൊന്നും വിശ്വസിക്കാതെ ലോജിക്കലിയും ഇൻ്റലക്ച്വലിയും സംസാരിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഒരാളുകളുള്ള ഒരു നാട്. അതായത് ഒരു നേഷൻ എപ്പോഴും ഒരു ഗൈഡഡ് ബൈ റീസൺ ആയിരിക്കണം. ഒരിക്കലും ഒരു ബ്ലൈൻഡ് കസ്റ്റംസിനെ പിൻപറ്റിക്കൊണ്ടായിരിക്കരുത് ഒരു നേഷൻ മുന്നോട്ട് പോകേണ്ടത്. ആ ഒരു നേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എപ്പോഴും ഒരുപാട് റീസൺസ്, ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ, ഇൻ്റലിജൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടായിരിക്കണം. കുറേ ട്രഡീഷൻസും അന്ധവിശ്വാസങ്ങളും കൊണ്ടൊന്നല്ല ഒരു നേഷൻ മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ടാഗോർ ചിന്തിക്കുന്നതും അങ്ങനത്തെ ഒരു നേഷന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റഫർ യൂസ് ചെയ്യുന്നത്. ക്ലിയർ സ്ട്രീം ഓഫ് റീസൺ, ഡ്രിയറി ഡെസേർട്ട്, സാൻഡ് ഓഫ് ഡെഡ് ഹാബിറ്റ്. കുറേ ചത്ത കുറേ ആചാരങ്ങൾ, അതായത് എല്ലാവരും പിൻപറ്റി പോരുന്ന, എന്നാൽ അത് പിൻപറ്റിയാൽ അതിൽ യാതൊരു ഇൻ്റലിജൻറ്റോ അല്ലെങ്കിൽ റാഷണലായിട്ടുള്ള ചിന്തകളോ ഒന്നുമല്ല, ജസ്റ്റ് കുറച്ച് സൂപ്പർസ്റ്റിഷൻസ് എന്നുള്ള മാത്രം. അപ്പോൾ ഇതൊന്നും ഗൈഡ് ചെയ്യാത്ത ഒരു രാഷ്ട്രത്തിനെയാണ് ടാഗോർ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. വേർ ദ മൈൻഡ് ഈസ് ലെഡ് ഫോർവേഡ് ബൈ തീ ഇൻ ടു എവർ വൈഡനിങ് തോട്ട് ആൻഡ് ആക്ഷൻസ്. സോ ഇവിടെ പോയിട്ട് ഗോഡിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, ദൈവത്തിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ആൾ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിനോട്, ഗൈഡ് പീപ്പിൾസ് മൈൻഡ്, ആൾക്കാരുടെ മൈൻഡിനെ ഗൈഡ് ചെയ്യാൻ. എന്തിലോട്ടൊക്കെ? ബ്രോഡ് തിങ്കിങ്, വിശാലമായി ചിന്തിക്കാൻ, പ്രോഗ്രസീവ് ഐഡിയാസ്, പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരാൻ, പോസിറ്റീവ് ആക്ഷൻസ്, നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ. കാരണം ഹ്യൂമൻ മൈൻഡ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി അത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കണം. വിസ്ഡം ഒക്കെ കണ്ടുകൊണ്ട് വേണം അത് ഗ്രോ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു രാഷ്ട്രത്തിനാണ് രവീന്ദ്രനാഥ് ടാഗോർ ഈ ഒരു ലൈനിലൂടെ ഉദ്ദേശിക്കുന്നത്. ദെൻ ഇൻ ടു ദറ്റ് ഹെവൻ ഓഫ് ഫ്രീഡം മൈ ഫാദർ ലെറ്റ് മൈ കൺട്രി എവേക്ക്. അപ്പോൾ ആ ഒരു പോയം എൻഡ് ചെയ്യുന്നത് ഒരു പ്രയർ പറഞ്ഞുകൊണ്ട് ആണ്. ഈ ഒരു പോയം എൻഡ് ചെയ്യുന്നത് ടാഗോർ ദൈവത്തിനോട് പറയാണ്, എൻ്റെ ഇന്ത്യനെ എവേക്കൺ ചെയ്യുക, ഉണർത്തുക. ഹെവൻ ഓഫ് ഫ്രീഡം, ഇവിടെ ഫ്രീഡം എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഫ്രീഡത്തിലോട്ട് എൻ്റെ ജനതേനെ എവേക്കൺ ചെയ്യുക, ഉയർത്തെഴുന്നേൽക്കുക, അല്ലെങ്കിൽ അവരെ കൈപിടിച്ച് കൊണ്ടുവരിക. പൊളിറ്റിക്കൽ ഫ്രീഡം, ഇൻ്റലക്ച്വൽ ഫ്രീഡം, സോഷ്യൽ ഫ്രീഡം, മോറൽ ഫ്രീഡം, വിച്ച് മീൻസ് കംപ്ലീറ്റ് ഫ്രീ ആയിരിക്കണം ആളുകൾ. അത്രയും എൻലൈറ്റ്മെൻറ്റ് കിട്ടിയിട്ടുള്ള ഒരു നേഷനാക്കി കൊണ്ടുവരാനാണ് പോയിട്ട് ഡ്രീം ചെയ്യുന്നത്. സോ ഈ ഒരു പോയം എൻഡ് ചെയ്യുന്നത് ഒരു പ്രയറിലൂടെയാണ്. ആ പ്രയറാണ് ലാസ്റ്റ് ലൈനിലുള്ള ഇൻ ടു ദാറ്റ് ഹെവൻ ഓഫ് ഫ്രീഡം. ആ ഒരു ഫ്രീഡത്തിൻ്റെ ആ ഒരു സ്വർഗത്തിലോട്ട് അവരെ കൊണ്ടുവരാം, എൻ്റെ രാജ്യത്തിനെ കൊണ്ടുവരാനാണ് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത്. സോ ഇതിലെ സെൻട്രൽ തീംസ് ആയിട്ട് വരുന്നത് ഫ്രീഡം തന്നെയാണ്. ജസ്റ്റ് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നുള്ള ഒരു ഫ്രീഡത്തിനെ കുറിച്ച് മാത്രമല്ല ഈ ഒരു പോയം സംസാരിക്കുന്നത്. ആളുകളുടെ ഉള്ളിലുള്ള ഫിയർ, ബ്രിട്ടീഷ് റൂളിൻ്റെ ഭാഗമായിട്ട് ആളുകളുടെ ഉള്ളിൽ വന്ന ഫിയർ, ഇഗ്നോറൻസ്, സോഷ്യൽ ഡിവിഷൻസ്, സൂപ്പർസ്റ്റിഷൻസ്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിൽ നിന്നുള്ള ഒരു ഫ്രീഡം കൂടിയാണ് ഈ ഒരു പോയം ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു തീമായിട്ട് വരുന്നുണ്ട്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമുള്ളതല്ല, റിച്ച് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമുള്ളതല്ല, എല്ലാവർക്കും യൂണിവേഴ്സലായിട്ട് ആപ്ലിക്കബിളും ആക്സസിബിളും ആയിരിക്കണം എന്ന് ഈ ഒരു പോയത്തിൽ പറയുന്നുണ്ട്. പിന്നെ യൂണിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരുപാട് ഡിവിഷൻസ് ഉള്ളൊരു നാടാണ് ഇന്ത്യ. ആ ഒരു സമയത്ത് കാസ്റ്റ് ആവട്ടെ, റിലീജിയൻ ആവട്ടെ, റീജിയൻ ആവട്ടെ, എല്ലാം കൊണ്ടും ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് വളരെ യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു നേഷനെ കൊണ്ടുവരാനാണ് രവീന്ദ്രനാഥ് ടാഗോറൊക്കെ ഉദ്ദേശിക്കുന്നത്. നോ കാസ്റ്റ്, നോ റിലീജിയൻ, സോഷ്യൽ ബാരിയേഴ്സ് ഒന്നും തന്നെ ഇല്ലാത്ത. ദെൻ ട്രൂത്തിനെ കുറിച്ച് ഇതിലൊരു തീമായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഓണസ്റ്റായിട്ട് ആളുകൾക്ക് സംസാരിക്കാൻ പറ്റണം. ചുമ്മാ സൂപ്പർസ്റ്റിഷൻസ് വിളമ്പാനല്ല, അവർക്ക് നന്നായിട്ട് ഓണസ്റ്റായിട്ട് സംസാരിക്കാൻ നോളജ് വേണം. സോ അതിന് എഡ്യൂക്കേഷൻ വേണം. അപ്പോൾ ഓരോന്നായിട്ട് ടാഗോർ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് പറയാണ്. ദെൻ റീസൺ ആൻഡ് ലോജിക്കലായിട്ട് ആളുകൾക്ക് തിങ്ക് ചെയ്യാൻ പറ്റണം. ജസ്റ്റ് ബ്ലൈൻഡായിട്ട് കുറേ ആചാരങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോവല്ലാതെ അതിലൊക്കെ എന്തെങ്കിലും
എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും ഒരു ഡെപ്ത് ഉണ്ടോ, മീനിങ് ഉണ്ടോ എന്നൊക്കെ ചിന്തിക്കുക. മീനിങ് ഇല്ലാത്ത യാതൊന്നും തന്നെ വിശ്വസിക്കാതെ മീനിങ് ഉള്ളതിനെ വിശ്വസിച്ച് റീസൺസ് ചോദിച്ച് മുന്നോട്ട് പോകുക സംഭവമാണ് ഈ ഒരു പോയത്തിലൂടെ രവീന്ദ്രനാഥ് ടാഗോർ ടോട്ടലി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പോയം എൻഡ് ചെയ്യുന്നത് ഒരു പ്രയർ വെച്ചിട്ടാണ്. ഹെവൻ ഓഫ് ഫ്രീഡം ഇന്ത്യക്കാർക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രയർ, ജസ്റ്റ് ഒരു പ്രയർ വെച്ചിട്ട് തുടങ്ങുകയാണ്. സോ ഇത്രയാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത്. പോയം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ സമ്മറിയും. അപ്പോൾ അത് വായിച്ചു നോക്കിയാൽ എളുപ്പം മനസ്സിലാവുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു പോയമാണ്. ഇതിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 മെറ്റഫേഴ്സ് മാത്രമാണ്. ബാക്കി കംപ്ലീറ്റ് നമുക്ക് വായിച്ചാൽ വേഗം മനസ്സിലാവുന്നതാണ്. മെറ്റഫേഴ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു ഡ്രിയറി ഡെസേർട്ട് സാൻഡും അതുപോലെ തന്നെ ക്ലിയർ സ്ട്രീം ഓഫ് റീസൺ, ഇത് രണ്ടുമാണ് ഇതിലെ മെയിനായിട്ടുള്ള മെറ്റഫേഴ്സ്. സോ ഇത്രയാണ് ഈ ഒരു പോയം ഉണ്ടായിരുന്നത്. താങ്ക് യു.